കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാൻ വരുന്ന നരേന്ദ്രമോദിയുടെ ലക്ഷ്യമെന്താണ്? മോദി അനുകൂലികൾ പറയുന്നത് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള തുടക്കമാണ് അതെന്നാണ്. എന്നാൽ മോദി വിരുദ്ധർ പറയുന്നത് ബംഗാളിലോ യു.പിയിലോ 10 സീറ്റ് അധികം നേടാനുള്ള രാഷ്ട്രീയ നാടകമാണെന്നാണ്. പക്ഷേ അതൊന്നുമാവില്ല നരേന്ദ്രമോദിയുടെ യഥാർത്ഥ ലക്ഷ്യം. അതുക്കും മേലെയാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ഭാരതത്തിൻ്റെ സംസ്കാരം കൂടുതൽ ശക്തമായി സ്ഥാപിക്കുക എന്നത് തന്നെയാവണം നരേന്ദ്രമോദിയുടെ ഇനിയുള്ള ലക്ഷ്യം. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി ഒരു പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, ഈ ലോകത്ത് ഇന്നും ചിരഞ്ജീവിയായി ആത്മാവായെങ്കിലും നമുക്കൊപ്പമുണ്ടെന്ന് കരുതുന്ന നിസ്വാർത്ഥനായ കഠിനാധ്വാനിയായ ഭക്തനും രാമദാസനും സർവോപരി രാജ്യത്തിൻ്റെ സൈന്യാധിപനുമായ ഹനുമാൻ സ്വാമിയുടെ ആത്മാവ് വിവേകാനന്ദ സ്വാമിയിൽ ഉണ്ടായിരുന്നു. ഭാരതത്തിൻ്റെ സംസ്കാരമായി കരുതുന്ന സ്ത്രീശക്തിയെ അപമാനിച്ചതിൻ്റെ പേരിലാണ് രാവണനുമായി യുദ്ധമുണ്ടാകുന്നതും രാവണ നിഗ്രഹം നടക്കുന്നതും. ധനുഷ്കോടിയിൽ നിന്ന് ഹനുമാൻ സമുദ്രം കടന്ന് ശ്രീലങ്കയിലേക്ക് ചാടിയത് ഭാരതത്തിൻ്റെ സ്ത്രീരത്നമായ സീതാദേവിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതേ താല്പര്യത്തോടെ തന്നെ വിവിധ ബാഹ്യശക്തികളുടെ അധിനിവേശത്തിൽ അടിമകളായി പോയ ഭാരതത്തിൻ്റെ അമ്മമാരെയും സഹോദരിമാരെയും സംരക്ഷിച്ചുകൊണ്ട് കരുത്തരും ആത്മവിശ്വാസവുമുള്ള പുതിയൊരു തലമുറയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് വിവേകാനന്ദ സ്വാമി അമേരിക്കയിലെ ചിക്കാഗോയിൽ ലോക മതസമ്മേളനത്തിൽ പ്രഭാഷണം നടത്താൻ തൻ്റെ 30-ാം വയസ്സിൽ പോയത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിൽ പോയി സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് ശ്രീ വിവേകാനന്ദ സ്വാമി ലോകത്തിനെ അഭിസംബോധന ചെയ്തത് തന്നെ. ഒപ്പം അദ്ദേഹം പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും നല്ല സംസ്കാരത്തിന് കാരണമായ എൻ്റെ ഭാരതീയരുടെ പേരിൽ, ലോകത്തെ എല്ലാ മതങ്ങളുടെയും അമ്മയായ ഹിന്ദു മതത്തിൻ്റെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നുവെന്നാണ്. സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക, it fills my heart with joy unspeakable to rise in response to the warm and cordial welcome which you have given us. I thank you in the name of the most ancient order of monks in the world. I thank you in the name of the mother of religions. And I thank you in the name of the millions and millions of Hindu people of all classes and sects. ആ യാത്രയ്ക്ക് മുമ്പാണ് വിവേകാനന്ദ സ്വാമി ഭാരതത്തിൻ്റെ പാദമായ കന്യാകുമാരിയിലെത്തി കടലിലെ പാറയിലിരുന്ന് കന്യാകുമാരി ദേവിക്ക് അഭിമുഖമായി 3 ദിവസം ധ്യാനമിരുന്നത്. അതായത് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി തൻ്റെ 3-ാം ടൈമിൽ രാജ്യഭരണം ഏറ്റെടുക്കും മുമ്പ് കന്യാകുമാരിയിൽ വന്ന് അതേ വിവേകാനന്ദ പാറയിൽ 3 ദിവസം ധ്യാനമിരിക്കുന്നത് വെറുതെയല്ല എന്നർത്ഥം. നിസ്വാർത്ഥമായി ഭാരതത്തിൻ്റെ സംസ്കാരത്തിനും മേക്ക് ഇൻ ഇന്ത്യയ്ക്കും ഭാവി തലമുറയ്ക്കും വേണ്ടി എഴുതിയ, പ്രസംഗിച്ച, പ്രവർത്തിച്ച ഹനുമാന്റെ അവതാരമായിരുന്ന വിവേകാനന്ദ സ്വാമി എന്ന നരേന്ദ്രൻ്റെ പിൻഗാമിയായ രാമദാസനായി അയോധ്യയിൽ ഭഗവാൻ ശ്രീരാമനെ കുടിയിരുത്തിയ മോദി തൻ്റെ 3-ാം ടൈമിന് മുമ്പ് കന്യാകുമാരിയിൽ അതേ വിവേകാനന്ദ പാറയിൽ വന്നിരിക്കുന്നത് മലയാളം മാധ്യമങ്ങൾ പറയുന്നത് പോലെ ബംഗാളിലും യു.പിയിലും 10 സീറ്റ് അധികം കിട്ടാനുള്ള വോട്ട് നാടകത്തിനല്ല. തൻ്റെ തീസര ടൈമിൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ചെയ്യാൻ പോകുന്നത് കൂടുതലും ഭാരതത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളായിരിക്കും. കാരണം അടുക്കളയിലും ചില മതനേതാക്കളുടെ ബന്ധനത്തിലും അടിമപ്പെട്ടു പോയ ഭാരത സ്ത്രീകൾക്ക് വരുമാനമാർഗം ഉണ്ടാക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കി വിജയിപ്പിച്ചാൽ മാത്രമേ ഭാരതത്തിൻ്റെ സാമ്പത്തിക നിലവാരം, അതായത് GDP ഉയരുകയുള്ളൂ. മാത്രമല്ല തൻ്റെ 3-ാം ടൈമിൽ ഭഗവത്ഗീതയെ ഭാരതത്തിൻ്റെ ഔദ്യോഗിക ഗ്രന്ഥമാക്കി ലോകത്തിന് ഭാരതം വഴികാട്ടിയാവുകയും ചെയ്യും. 1-ാം ടൈമിൽ യോഗയും 2-ാം ടൈമിൽ ആയുർവേദവും ലോകത്തിലെത്തിച്ച മോദി 3-ാം ടൈമിൽ ഭാരതത്തിൻ്റെ സംസ്കാരമായ ഹിന്ദുത്വം തന്നെ ലോകത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങളാകും ചെയ്യാൻ പോകുന്നത്. ലോകത്തിൻ്റെ സമാധാനത്തിന് ഭാരത സംസ്കാരം നിലനിൽക്കണമെന്നും ആ ഭാരതം നിലനിൽക്കാൻ ഭാരതത്തിൻ്റെ സംസ്കാരമായ ഹിന്ദുത്വവും നിലനിൽക്കണമെന്നും അതുകൊണ്ട് തന്നെ ഹിന്ദുവിൻ്റെ ജനസംഖ്യ ഈ ലോകത്ത് കുറയാതെ നിലനിർത്തേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമാണെന്നും നരേന്ദ്രമോദി റിപ്പബ്ലിക് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു. മലീമസമായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പോയ മോദി കഴിഞ്ഞ 2 മാസവും അടരാടിയത് അതേ മാലിന്യത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. മാർഗമേതായാലും ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടത് ചെയ്യണമെന്ന ഗീതാപദം തന്നെയാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് കളത്തിൽ ഉപയോഗിച്ചത്. ഇനി മനസ്സിനും ശരീരത്തിനും ശുദ്ധി വരുത്തി രാഷ്ട്രതന്ത്രജ്ഞനായ മഹർഷി വീണ്ടും ഭാരതത്തിൻ്റെ ചക്രവർത്തിയായി ലോകം കീഴടക്കാനുള്ള അടുത്ത യാത്രയ്ക്ക് മുമ്പുള്ള ഊർജം സംഭരിക്കാൻ തന്നെയാണ് ഈ ധ്യാനം, ഈ തപം. നരേന്ദ്രമോദിയുടെ യഥാർത്ഥ കളികൾ ലോകം ഇനിയും കാണാൻ പോകുന്നതേയുള്ളൂ. അതുപോലെ തന്നെ മലയാള മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന മറ്റൊരു വിവാദമാണ് ഗാന്ധി എന്ന സിനിമയ്ക്ക് ശേഷമാണ് മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞത് എന്നുള്ള പരാമർശം. നരേന്ദ്രമോദി ABP ന്യൂസിന് നൽകിയ ഇൻ്റർവ്യൂവിൽ ചോദിച്ചത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ലോകമറിയുന്നതിന് വേണ്ടി അതേ ഗാന്ധിയുടെ സഹായം കൊണ്ട് രാജ്യം ഭരിച്ച കോൺഗ്രസ് എന്ത് ചെയ്തു എന്നാണ്. ഇന്നും അതേ ഗാന്ധിയുടെ പേരിലെ വാൽ ചുമന്ന് ജീവിക്കുന്ന നെഹ്റു ഫാമിലി ഗാന്ധിജിക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നാണ് നരേന്ദ്രമോദിയുടെ ചോദ്യം. സർദാർ പട്ടേലിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും വീര സവർക്കറിനെയും ബാലഗംഗാധര തിലകനെയും ഭഗത് സിംഗിനെയും പോലെ
സ്വാതന്ത്ര്യസമര വീരന്മാരെയൊക്കെ മനഃപൂർവ്വം വിസ്മൃതിയിലാക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ വാൽ മാത്രം ഉപയോഗിച്ച നെഹ്റു ഫാമിലിയും കോൺഗ്രസും ഗാന്ധിജിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് തന്നെയാണ് നരേന്ദ്രമോദി ആ ഇൻ്റർവ്യൂവിൽ ആവർത്തിച്ചു പറഞ്ഞത്. പക്ഷേ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായ ശേഷം ഗുജറാത്തിൽ ഗാന്ധിജിയുടെ സബർമതി ആശ്രമവും ആ നദീതീരവും ലോകശ്രദ്ധ ആകർഷിക്കും വിധം ഗാന്ധിജിയുടെ മനസ്സിലെ സങ്കല്പത്തിൽ തന്നെ നിലനിർത്തി സംരക്ഷിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴും രാജ്യത്തേക്ക് വരുന്ന വിദേശ നേതാക്കളെ സബർമതി ആശ്രമത്തിൽ കൊണ്ടുവന്ന് ഗാന്ധിജിയുടെ മഹത്വം അവരെയൊക്കെ ബോധ്യപ്പെടുത്താനും നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ പിന്തുടർന്ന് ഗാന്ധിജിയുടെ ഫോളോവേഴ്സായി മാറിയ നെൽസൺ മണ്ടേലയെയും മാർട്ടിൻ ലൂതർ കിങ്ങിനെയും അറിയുന്ന അത്രയും ആളുകൾ പോലും ഗാന്ധിജിയെ ഈ ലോകത്ത് പല രാജ്യങ്ങളിലും അറിഞ്ഞിരുന്നില്ല എന്ന് മോദി പറഞ്ഞത് വസ്തുതയാണ്. ലോകരാജ്യങ്ങളിലെ നേതാക്കൾക്കും സംഘടനകൾക്കും ഭരണാധികാരികൾക്കുമൊക്കെ അറിയാമായിരുന്നിരിക്കാം. പക്ഷേ ലോകത്തെ സാധാരണക്കാർക്ക് ഗാന്ധിജി എന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ സഹായിച്ചത് ഗാന്ധി എന്ന സിനിമ ഒരു കാരണമായെന്നാണ് നരേന്ദ്രമോദി ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. മാത്രമല്ല അതേ മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മദിനത്തിൽ ലോകത്ത് 150-ലധികം രാജ്യങ്ങളിൽ അതാത് രാജ്യത്തെ ഏറ്റവും മികച്ച കലാകാരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ഭജനായ വൈഷ്ണവജനതോ എന്ന കീർത്തനം ഇന്ത്യൻ എംബസിയുടെ ഏകോപനത്തിൽ മോദി ചെയ്തുവെന്നും മറ്റൊരു ഇൻ്റർവ്യൂവിൽ മോദി പറഞ്ഞിട്ടുണ്ട്. वैष्णव जन तो तेने कहिए जे पीड़ पराए जाने रे वैष्णव जन तो तेने कहिए जे पीड़ पराए जाने रे पर दुखे उपकार करे तोए मन अभिमान वैष्णव जन तो तेने कहिए जे प्रीत पराई जाने रे सकल लोक मान सहने वंदे सकल लोक मान सहुने वंदे निंदा ना करे के नीरे निंदा न करे के नीरे काच काच मन निश्चल राखे धन धन जनानी देनी रे वैष्णव जन तो तेने कहिए जे पीड़ पराई जाने रे वैष्णव जन तो तेने कहिए जे वैष्णव जन तो तेने कहिए जे पीड़ पराई जाने रे दुखे उपकारे करे कोई मन अभिमान रे सकल लोकमा सहुने वंदे निंदा न करे के नीरे जीवा थकिय सत्य न बोले भर धन नव ज्वले हाथ रे वैष्णव जन तो तेने कहिए जे पीर पराई जाने रे वैष्णव जन तो तेने कहिए जे पीड़ पराई जाने रे वैष्णव जन तो तेने कहिए जे महामाया व्यापी नहीं जेन दृढ़ वैराग्य जेन
वैष्णव जन तो तेरी कहिए जे पीर पराई जानी रे पर तुका उपकार करतोय मानविमाननानरे वनलो पिने kapaterahice ce kamakrara nivarare भाणे नरसायो ठेनो दर्शन करता खुड़ाई को तेरे थार्या रे वैष्णव जन तो तेरे कहिए जे पीर पराई जाने रे സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന വലിയൊരു ക്യാമ്പയിന് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി സാക്ഷാൽ മഹാത്മാഗാന്ധിയാണ് ഉപയോഗിച്ചത്. ഒന്നുമല്ലെങ്കിലും ഗാന്ധിജിയെ മറന്ന കോൺഗ്രസും ഗാന്ധിജിയെ തെറിപറഞ്ഞു നടന്ന കമ്മ്യൂണിസ്റ്റുകളും നരേന്ദ്രമോദി ഇത് പറഞ്ഞതിൻ്റെ പേരിലെങ്കിലും ഇനി കുറച്ച് ദിവസം ഗാന്ധി സ്മൃതി സംഗമം നടത്തുമല്ലോ. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ നരേന്ദ്രമോദി തെറിപറയുന്ന മലയാളികളെയും മലയാളം മാധ്യമങ്ങളെയും പറഞ്ഞിട്ട് കാര്യമില്ല. വെറും 10-20 രാജ്യങ്ങളിൽ മാത്രമുള്ള കായിക വിനോദമായ ക്രിക്കറ്റിലെ മഹാപ്രതിഭയായ സച്ചിൻ ടെണ്ടുൽക്കറെ അറിയില്ല എന്ന് പറഞ്ഞ മരിയ ഷറപ്പോവയുടെ ഫേസ്ബുക്ക് പേജിൽ പോയി പൊങ്കാലയിട്ട മലയാളിക്ക് എന്ത് സാമാന്യബോധമാണ്? മലയാളി ഇപ്പോഴും ഇന്ത്യക്കെതിരായും ലോകത്തിനെതിരായും മാത്രമാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ആ റൂട്ടിൽ നിന്ന് മാറി ശരിയായ പാതയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ മലയാളിക്ക് ഇനിയുള്ള ലോകത്ത് നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കിയേ മതിയാകൂ.